ജെൻഡർ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ പറയല്ലോ, അപ്പൊ നമുക്ക് ആണ് പെണ്ണ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിന്റെ ടെർമിനോളജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ് മെയിലും സിസ് ഫീമെയിലും ആണ്. സിസ് എന്ന് പറഞ്ഞാൽ നേരെ ഉള്ളത്, അതായത് നേർക്ക് നേരെ വരുന്നത്. ഇവരുടെ ഭാഷ പ്രകാരം, അതായത് നമ്മളുടെ മൈൻഡ്, എന്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് ഒരാണായിട്ടാണ്. എന്റെ ജെനിറ്റേലിയ, അതായത് എന്റെ പുറമെ ഞാൻ കാണുന്ന എന്റെ ജെനിറ്റേലിയും കാര്യങ്ങളൊക്കെ ആണിന്റെ തന്നെയാണെങ്കിൽ സിസ് ആണ് വരിക, ഒരേപോലെ ഉള്ളത്. അത് മാച്ചിങ് ആണ് എന്ന് പറയാം. എന്റെ മനസ്സും എന്റെ ശരീരവും മാച്ചിങ് ആണ്, സിസ് മെയിൽ ഉണ്ടാവും. അതേസമയം നമ്മൾ മറ്റൊന്ന് കാണുന്നത് എന്താണ്, സിസ് ഫീമെയിൽ ആണ്. നമ്മൾ യൂഷ്വലി കാണുന്നത് മറ്റൊന്ന് സിസ് ഫീമെയിൽ ആണ്. അതായത് അവരുടെ മനസ്സും ശരീരവും ഫീമെയിലിൻ്റെതാണ്. അപ്പൊ സിസ് ഫീമെയിൽ, മാച്ചിങ് ഫീമെയിൽ ആണ് വരുന്നത്. മൈൻഡ് ആൻഡ് ബോഡി മാച്ചിങ് ആണ് വരുന്നത്. എന്നാൽ ഇതല്ലാത്ത ആളുകൾ, ഇപ്പോ ട്രാൻസ് മെയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രാൻസ് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുറമേ നോക്കുമ്പോൾ ഒരുപക്ഷെ എന്തായിരിക്കും, പുറമേ നോക്കുമ്പോൾ അവര് മെയിൽ ആയിരിക്കും, ഉള്ളിൽ അവര് ഫീമെയിൽ ആയിരിക്കും. തിരിച്ചു ആവാം, ഉള്ളിൽ ഫീമെയിലും പുറമേ നോക്കുമ്പോൾ മെയിലായി മാറാം. അപ്പൊ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ്, അത് ജെന്യൂൻ ആണോ? അതൊരു ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെ ഇഷ്യൂ വരുമോ? അങ്ങനെ ഇഷ്യൂ വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം. അങ്ങനെയുള്ള ഇഷ്യൂസ് റെയർ ആയിട്ട് വരാം. എല്ലാവർക്കും വരും എന്നല്ല പറയുന്നത്, വളരെ റെയർ ആയിട്ട് അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം. ഒരാൾക്ക് മനസ്സിന്റെ ഉള്ളിൽ, ഇപ്പൊ ഒരാൾക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു പെണ്ണായി തോന്നുക എന്ന പുറമെ ആണായിട്ട് ജീവിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഇഷ്യൂസ്, ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്യൂസിനെ ഒരിക്കലും നമ്മൾ പരിഹസിക്കാനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും കുത്തുവാക്കുകൾ പറയാനോ അല്ല നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത്. കാരണം നമ്മളുടെ ആശയം അങ്ങനെയുള്ള ഒരു ആശയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസങ്ങളുണ്ട്. ഒരു മനസ്സിൽ ഒരു പെണ്ണായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവര് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുന്നു. അപ്പൊ സൊഫയിൽ കയറി നിൽക്കുമ്പോൾ അപ്പുറത്തും ആണുങ്ങളാണ്. സ്വാഭാവികമായിട്ട് അവര് പുറമെ ബോഡി ആണിന്റേതാണ്. സ്വാഭാവികമായിട്ട് അപ്പുറത്തും ആണുങ്ങളുടെ കൂടെയാണല്ലോ അവർ നിസ്കരിക്കാൻ പോവുക. അപ്പൊ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പെണ്ണാണ്. അപ്പൊ ഒരു ഇസ്ലാമികമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ പുരുഷന്മാരുടെ കൂടെ സൊഫയിൽ നിൽക്കുക എന്ന് പറയുന്നത് അവർക്കൊരു പ്രയാസമുള്ള കാര്യമാണ്. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് വാസ്തവമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്തെങ്കിലും പേര് വെച്ചിട്ടോ എന്തെങ്കിലും ചിഹ്നങ്ങൾ വെച്ചിട്ടോ എന്തെങ്കിലും വാക്യങ്ങൾ വെച്ചിട്ടോ പരിഹസിക്കുക എന്നുള്ളത് നമ്മൾ എവിടെയും പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല. അപ്പോ ബേസിക്കലി നമുക്ക് സിസ് മെയിലും സിസ് ഫീമെയിലും ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് ഡീവിയേഷൻസ്, അതിൽ നിന്നുള്ള വേരിയേഷൻസ് ഉണ്ടാവാം, അതിൽ നിന്ന് മാറിപ്പോയ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏതുപോലെ നമ്മളുടെ എല്ലാവരെയും കയ്യിൽ 5 വിരലാണുള്ളത്. 5 വിരൽ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് എന്താവാം 6 വിരലുണ്ടാവാം, ചില ആളുകൾക്ക് 4 വിരലുണ്ടാവാം. അതൊരു ഡീവിയേഷൻ ആണ്. ഇനിയിപ്പോ ഒരു ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ, തെറ്റിപ്പോവുക എന്നൊക്കെ പറയുമ്പോൾ, എന്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു തെറ്റിപ്പോയ സംഭവമാണ് എന്ന് പറയുമ്പോൾ ചിലപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഡീവിയേഷൻസ് യൂസ് ചെയ്യുന്നില്ല. അതൊരു സ്പെഷ്യാലിറ്റി, ഒരു മാറ്റം. ഇപ്പൊ 5 വിരലുള്ളത് 6 വിരൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ. അതേപോലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു എക്സ്ട്രാ, ആ രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ ഇതൊരു ഡീവിയേഷൻ ആണ്. ഇതിനെ ആക്ച്വലി നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയം ഇതിനെ കൃത്യമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതിനപ്പുറം, ഇതിപ്പോ ജെന്യൂൻ ആയിട്ടുള്ള കേസാണ്. ഇതിനപ്പുറം ഒരാൾക്ക് ഒരു പുരുഷനായിട്ടുള്ള ഒരാൾക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരാൾക്ക് സ്ത്രീയോട് ഇഷ്ടം തോന്നുക, അത് വേറൊരു ഇഷ്യൂ ആണ്. അത് സെക്ഷുവൽ ഇന്റിമസി ആരോട് തോന്നുന്നു എന്നുള്ളൊരു ഇഷ്യൂ ആണ്. ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. ഇനി അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു തോട്ട് വരുമോ? ഹോമോസെക്ഷൽ ആയിട്ടുള്ള തോട്ട് വരുമോ? ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു ചിന്ത ഒരാൾക്ക് വരുമോ? വരാം, അതിൽ സംശയമൊന്നുമില്ല. ഒരാൾക്ക് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ചിന്തകൾ വരാം. അങ്ങനെയുള്ള ഹോമോസെക്ഷൽ ആയിട്ടുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങനെ ചിന്തകൾ വന്നത് കൊണ്ട് പ്രശ്നമാണോ? ഇതിന്റെ ഇസ്ലാമികമായിട്ടുള്ള വശങ്ങൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ മുന്നോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്ത വന്നു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം അങ്ങനെ ഒരു ചിന്ത വന്നു, ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരേ ജെൻഡറിലുള്ള ഒരേ സെക്സിലുള്ള ആളുകളുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു തോട്ട്, സെക്ഷൽ ആയിട്ടുള്ള തോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾ കുറ്റക്കാരനാവുന്നില്ല. മറിച്ച് അയാൾ അങ്ങനെയുള്ള ഒരു ചിന്ത വരികയും ആ ചിന്തയിൽ അയാൾ ആക്ട് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള സെക്സിൽ ഏർപ്പെടാതിരിക്കുക, ഹോമോസെക്ഷൽ സെക്സിൽ ഏർപ്പെടാതിരിക്കുക എന്ന് പറയുമ്പോൾ അയാൾ അവിടെ സപ്രസ് ചെയ്യാണ്, സ്വന്തം ഇഷ്ടങ്ങളെ അടിച്ചമർത്താണ് ചെയ്യുന്നത്. അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ അടിച്ചമർത്തുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ജീവിതകാലം മുഴുവൻ, അത് അള്ളാഹുവിന് വേണ്ടിയാണ് അടിച്ചമർത്തിയതെങ്കിൽ ജീവിതകാലം മുഴുവൻ അയാൾക്ക് പ്രതിഫലം കിട്ടും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആ കാഴ്ചപ്പാട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള പലവിധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒരു അംബ്രലയുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് LGBTQIA+ ചെയ്തിട്ടുള്ളത്. തന്നെ ജെൻഡർ എക്സ്പ്രഷനും അതുപോലെ തന്നെ ജെൻഡർ ഐഡന്റിറ്റിയും അതുപോലെ തന്നെ ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനും ഒക്കെ ഒരു കൊടക്കയിൽ കൊണ്ടുവന്നിട്ട് ഇതിനൊക്കെ കൂടിയുള്ള പരിഹാരം എന്താണ്? ഞങ്ങൾ പറയുന്ന പോലെ ഒരു സർജറി ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ ചില കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നിടത്താണ് ജെൻഡർ പൊളിറ്റിക്സിനെ നമ്മൾ എതിർക്കുന്നത്.